പെരുവഴിയിലായ കേരള കോൺഗ്രസിന് കൈതന്നത് പിണറായി സർക്കാരാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. പിണറായി സർക്കാർ ഞങ്ങളെ ഒപ്പം ചേർത്തു. മലയോര മേഖലയിലെ കർഷകരെ സംരക്ഷിക്കുന്നതിൽ സർക്കാർ 100% ശ്രമം നടത്തിയെന്നും മന്ത്രി പറഞ്ഞു. ഒരു സുപ്രഭാതത്തിൽ കേരള കോൺഗ്രസ് UDFന്റെ ഭാഗമാകാൻ അർഹതയില്ലെന്ന് പറഞ്ഞ് കണ്ടിച്ച് താഴേക്ക് വെച്ചു. ഞങ്ങൾ മലയോര കർഷകരും പെരുവഴി നിൽക്കണോ? ആ മലയോര കർഷകരെയും ജനങ്ങളെ സംരക്ഷിക്കാൻ ഈ പിണറായിയും കൂട്ടരും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ആ പിണറായി സർക്കാരിനോടൊപ്പം ഇന്നതിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ആ മലയോര കർഷകരെ സംരക്ഷിക്കുന്നതിൽ 100% വിജയിച്ചു എന്നാണ് ഞങ്ങളുടെ കണക്ക്. എവിടെയെങ്കിലും പ്രശ്നമുണ്ടായാൽ, ഏതെങ്കിലും കർഷകന് എവിടെയെങ്കിലും പ്രശ്നമുണ്ടായാൽ ആ വിഷയം പരിഹരിക്കപ്പെടും. ഷീജ ചേരുകയാണ് നിയമസഭയിൽ നിന്ന്. ഷീജ, ഇപ്പോൾ മന്ത്രി റോഷി അഗസ്റ്റിന്റെ പ്രസ്താവന സഭയിൽ നമ്മൾ കണ്ടത് രണ്ട് പശ്ചാത്തലമുണ്ട്. ഒന്ന്, ഇപ്പോൾ വനനിയമ ഭേദഗതി നടപ്പിലാക്കില്ല എന്ന മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ്, അതിന് മലയോര ജനത അതിന് നൽകിയ വലിയ സ്വീകരണം. മറ്റൊന്ന്, ഓരോ ദിവസവും ചില മാധ്യമങ്ങൾ ഇങ്ങനെ കേരള കോൺഗ്രസ് ഇപ്പോൾ അപ്പുറം പോകും, ഇപ്പോൾ UDFിലേക്ക് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന വാർത്തകൾ, ഇതിനൊക്കെയുള്ള വളരെ കൃത്യമായ നിലപാട് പറഞ്ഞു വയ്ക്കുകയാണ് അവിടെ മന്ത്രി റോഷി അഗസ്റ്റിൻ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് ഇന്നിപ്പോൾ അടിയന്തര പ്രമേയത്തിന്റെ നോട്ടീസ് പരിഗണിക്കുന്ന സാഹചര്യത്തിൽ നോട്ടീസ് നൽകി സംസാരിച്ചത് മാത്യു കുഴൽനാടനായിരുന്നു. മാത്യു കുഴൽനാടനാണ് ഇപ്പോൾ UDFിൽ നിന്ന് പോയതിനു ശേഷം കേരള കോൺഗ്രസ് ആകെ മൗനത്തിലാണ്. കൃത്യമായ നിലപാട് മലയോര കർഷകരുടെ കാര്യത്തിൽ എടുക്കുന്നില്ലെന്നും അതുകൊണ്ട് UDF ആരംഭിക്കുന്ന ജാഥയിലേക്ക് ക്ഷണിക്കുന്നതായും പറഞ്ഞത്. അതിനുള്ളൊരു മറുപടിയായി തന്നെയാണ് റോഷി അഗസ്റ്റിൻ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. അതിൽ പ്രധാനമായും റോഷി അഗസ്റ്റിൻ പറഞ്ഞത്, UDFിനൊപ്പം ഞങ്ങൾ 38 വർഷമുണ്ടായിരുന്നു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളെ പുറത്തേക്ക് ഇറക്കി വിടുന്ന ഒരു സാഹചര്യമായിരുന്നു. അന്ന് ഞങ്ങളെ സംരക്ഷിക്കാൻ പിണറായി വിജയനും LDF സർക്കാരുമാണ് ഉണ്ടായിരുന്നത്. LDF സർക്കാർ കൃത്യമായ രീതിയിൽ മലയോര കർഷകരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചു പോകുന്നത്. 100% അവിടുത്തെ ജനങ്ങൾക്കൊപ്പമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളും മലയോര കർഷകരും വഴിയാധാരമാകില്ല എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഏതായാലും LDFിനൊപ്പം ഈ സർക്കാരിനൊപ്പം, അതായത് പിണറായി വിജയനൊപ്പം തന്നെ ഞങ്ങൾ എന്നും ഉറച്ചു നിൽക്കും എന്നുകൂടിയാണ് റോഷി അഗസ്റ്റിൻ ഇന്നിപ്പോൾ നിയമസഭയിൽ വ്യക്തമാക്കിയത്. ശരി ശരി ഷീജ നിയമസഭയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.